കർണാടകയിൽ സിദ്ധരാമയ്യ മുഖ്യമന്ത്രിയാകുമെന്ന് ഔദ്യോഗികമായി പ്രഖ്യാപിച്ച കോൺഗ്രസ് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലാണ് പ്രഖ്യാപനം നടത്തിയത്. DK ശിവകുമാർ ഏക ഉപമുഖ്യമന്ത്രിയാകും. പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ ശിവകുമാർ PCC അധ്യക്ഷനായി തുടരുമെന്നും KC വേണുഗോപാൽ അറിയിച്ചു. ശനിയാഴ്ചയാണ് സത്യപ്രതിജ്ഞ. ദിവസങ്ങൾ നീണ്ട നാടകീയ രംഗങ്ങൾക്കൊടുവിലാണ് സിദ്ധരാമയ്യയെ കർണാടക മുഖ്യമന്ത്രിയായി കോൺഗ്രസ് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത്. തുല്യമായ പദവി നൽകിക്കൊണ്ട് PCC അധ്യക്ഷൻ DK ശിവകുമാറിനെ ഏക ഉപമുഖ്യമന്ത്രിയായും പ്രഖ്യാപിച്ചു. അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിയും വരെ DK ശിവകുമാർ കർണാടക PCC അധ്യക്ഷനെ തുടരുമെന്നും സംഘടനാ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ പറഞ്ഞു. Finally, Congress President took a decision on Karnataka's CLP leader issue. He decided to make Siddaramaiah as the Chief Minister of Karnataka. Siddaramaiah will be the Chief Minister of Karnataka. DK Shivkumar will be the only one Deputy CM of Karnataka. He will continue as a PCC President till the Parliament election is over. സിദ്ധരാമയ്യയ്ക്കും ശിവകുമാറിനുമൊപ്പം മറ്റു മന്ത്രിമാർ കൂടി സത്യപ്രതിജ്ഞ ചെയ്യും. ഉച്ചയ്ക്ക് 12:30-ാകും സത്യപ്രതിജ്ഞ. പ്രതിപക്ഷ നിരയിലെ പാർട്ടി നേതാക്കളെ ചടങ്ങിലേക്ക് ക്ഷണിക്കുമെന്നും കോൺഗ്രസ് നേതൃത്വം വ്യക്തമാക്കി. കോൺഗ്രസ് സമവായത്തിൽ വിശ്വസിക്കുന്ന പാർട്ടിയാണെന്നും മുഖ്യമന്ത്രി പദം പങ്കിടില്ലെന്നും വേണുഗോപാൽ അറിയിച്ചു. നേരത്തെ മുഖ്യമന്ത്രി പദം പങ്കുവെക്കും എന്നതടക്കമുള്ള കാര്യങ്ങൾ ഉയർന്നു വന്നിരുന്നു. ശിവകുമാർ അതൃപ്തി അറിയിച്ചതും മുഖ്യമന്ത്രി പ്രഖ്യാപനം വൈകാൻ കാരണമായി. ഒടുവിൽ സോണിയാഗാന്ധി ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കളുടെ അനുനയ ശ്രമം ഫലം കാണുകയായിരുന്നു. കർണാടകയുടെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി രൺദീപ് സുർജേവാലയും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. മുഖ്യമന്ത്രിയിൽ തീരുമാനമായതോടെ ബംഗളൂരുവിൽ പ്രവർത്തകർ ആഘോഷം തുടങ്ങി. പടക്കം പൊട്ടിച്ചും മധുരം വിതരണം ചെയ്തുമാണ് പ്രവർത്തകർ ആഘോഷിച്ചത്. നാഷണൽ ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്.